നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഏതൻ എന്ന പയ്യൻ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയതായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അവനെ മാത്രം ക്യാമ്പിൽ നിന്ന് കാണുന്നില്ല. കാര്യം പറഞ്ഞ് അവന്റെ അച്ഛനും എത്തി. എന്നാൽ പോലീസുകാർക്ക് ഈ കേസിനെ കുറിച്ച് തുമ്പുകളൊന്നും കിട്ടുന്നില്ല. അവന്റെ അച്ഛനാണെങ്കിൽ ഈ കേസ് അന്വേഷിക്കാനായിട്ട് പറ്റുന്നില്ല, പോലീസുകാർ സമ്മതിക്കുന്നില്ല. ഇതിന്റെ എല്ലാം ഇടയിൽപ്പെട്ട് ആ 7 വയസ്സുകാരൻ ഏതനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയോ പറ്റിയില്ല എന്നെല്ലാം പറയുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പിലായിരിക്കും സിനിമ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ സിനിമയിൽ ഓരോ ഫ്രെയിമും കാണാൻ വളരെ ഭംഗിയാണ്. എന്താണെന്നറിയില്ല, പ്രകൃതിയാൽ സമ്പന്നമായ ജർമ്മനിയുടെ മറ്റേതോ ഒരു ഭാഗം. കാണാൻ നല്ല രസമാണ്, എന്തായാലും ബോറടിക്കില്ല. ഒരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിരുന്നിട്ടും ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിന്റെ ക്യാമറ വർക്ക്സും അതുപോലെ തന്നെ ഓരോ ഫ്രെയിംസും ആണ്. കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രസമാണ്. എന്നാൽ പിന്നെ നമുക്ക് 2021 റിലീസ് ചെയ്ത മൈ സൺ എന്ന ജർമ്മൻ സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ 7 വയസ്സുകാരൻ ഏതനെ കാണുന്നില്ല. കാര്യം അറിഞ്ഞ് അവൻ്റെ അച്ഛൻ, വിദേശത്ത് ജോലി ചെയ്യുന്ന അവൻ്റെ അച്ഛൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരികയാണ്. ആളൊരു പ്രവാസിയാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും നാട്ടിലേക്ക് വരാനായിട്ട് പറ്റില്ല. ഇപ്പം ഈ മകനെ കാണാതായതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നത്. പോകുന്ന വഴിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാനായിട്ട് നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് 42 മൈൽ ഓടിച്ചാലേ സ്ഥലത്തെത്തൂ. അങ്ങനെ യാത്ര ചെയ്ത് നമ്മളാൾ സ്ഥലത്തെത്തി. ക്രൈം സ്പോട്ടിൽ പോലീസുകാരെല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട്. ഹീറോയോട് പറയും, നിങ്ങളുടെ ഭാര്യ നേരെ പോയിട്ട് റൈറ്റ് എടുത്താൽ അവിടെയാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹീറോയുടെ ഭാര്യയല്ല, ഇപ്പൊ അവർ ഡിവോഴ്സ് ചെയ്തു. ഹീറോയുടെ ഭാര്യയുടെ പേര് ജോൺ. ഹീറോക്ക് അവളിൽ നിന്നുണ്ടായ കൊച്ചാണ് ഏതൻ. ഇപ്പൊ അവനെയാണ് മിസ്സായിരിക്കുന്നത്. ഭാര്യയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടക്കാണ് ഇമാതിരി ഒരു പ്രശ്നം വന്ന് പെട്ടിരിക്കുന്നത്. ഹീറോ ഭാര്യയുടെ അടുത്തെത്തുമ്പോൾ അവളാകെ ടെൻഷനായിട്ടാണ് നിൽക്കുന്നത്. മകൻ ഈ സ്ഥലത്തായിരുന്നു ക്യാമ്പിന്റെ ഭാഗമായിട്ട് വന്ന് താമസിച്ചിരുന്നത്. ആസ്ട്രോണമി എല്ലാം ബന്ധപ്പെട്ട നക്ഷത്രങ്ങളെയും ആകാശത്തിനെയൊക്കെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു ക്യാമ്പിനായിരുന്നു മകൻ വന്നിരുന്നത്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ മകനെ മാത്രം കാണുന്നില്ല. എന്തുകൊണ്ട് മകൻ മാത്രം മിസ്സായെന്നും ആർക്കും മനസ്സിലാവുന്നില്ല. പോലീസുകാർ അടുത്തുള്ള നദിയിലും കാട്ടിലും എല്ലാം തിരയുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഹീറോ മകൻ താമസിച്ചിരുന്ന ആ റൂമിന് മുന്നിൽ വന്ന് നോക്കും. അവന്റെ ബാഗ്, ഭക്ഷണം അതെല്ലാം അവിടെ തന്നെയുണ്ട്. അവൻ മാത്രമാണ് മിസ്സായിരിക്കുന്നത്. അവിടുന്ന് ടൈറ്റിലിട്ട് സിനിമ തുടങ്ങി. മകൻ മിസ്സായതുകൊണ്ട് തന്നെ ഭാര്യ ജോൻ ക്രൈം സ്പോട്ടിന് തൊട്ടടുത്തായിട്ട് വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട്. അങ്ങോട്ടാണ് രണ്ടുപേരും പോകുന്നത്. അന്നേരം ഭാര്യയെ, ജോണിനെ പുതിയ ഭർത്താവ് വിളിക്കും. എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഞാനിപ്പോൾ ഇവിടെ പോലീസുകാരുടെ അടുത്താണ്, ഇവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും. കൂടെ തന്നെ ജോൺ ഹീറോയോട് ചോദിക്കും, ഏതനെ മിസ്സാവുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അവൻ എനിക്കൊരു ചിത്രം വരച്ചു തന്നിരുന്നു. അതിപ്പോൾ വീട്ടിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ അതെനിക്കൊന്ന് പോയി എടുത്തു തരുമോ? ഹീറോ അതിന് സമ്മതിക്കും. എന്നാൽ അവളുടെ വിഷമം മാറുന്നില്ല. അവൾ വീണ്ടും പറയാൻ തുടങ്ങും, എൻ്റെ മകൻ മറ്റുള്ള കുട്ടികളെ പോലെ അല്ലായിരുന്നു. അവന് ഇഷ്ടമില്ലായിരുന്നു ഈ ഒരു ക്യാമ്പിന് അറ്റൻഡ് ചെയ്യാൻ. പക്ഷെ ഞാനാണ് അവനെ നിർബന്ധിച്ച്. ജോൺ എപ്പോഴും എൻ്റെ മകൻ എന്നാണ് പറയുന്നത്. ഹീറോക്ക് മകൻ എന്ന് വിളിക്കാനുള്ള ഒരു അവകാശം കൊടുക്കുന്നില്ല. എന്തായാലും ഹീറോ പറയും, നീ നല്ലൊരു അമ്മയാണ്, നിനക്ക് പറ്റിയ തെറ്റല്ല. എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് ആ ചിത്രം എടുത്തു തരാം. അവിടുന്ന് അവർ ഈ കേസിൻ്റെ ഇൻചാർജ് ലഭിച്ചിരിക്കുന്ന പോലീസുകാരൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ആ പോലീസുകാരൻ്റെ പേര് റോയ് പറയും, ഇന്ന് 3 മണിയാകുമ്പോൾ നിങ്ങൾ എൻ്റെ ഓഫീസ് വരെ വരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അങ്ങനെ അയാളുടെ കാർഡ് ഹീറോയുടെ കയ്യിൽ വെച്ച് കൊടുക്കും. അന്ന് തന്നെ ആ പോലീസുകാരെല്ലാവരും കൂടെ ആ മലഞ്ചെരുവ് മൊത്തമായിട്ട് തിരയാൻ പോവുകയാണ്. കൂടെ തന്നെ അവിടെയുള്ള കുറച്ച് നല്ല മനസ്സുള്ള നാട്ടുകാരുമുണ്ട്. നമ്മുടെ നാട്ടിലുമുണ്ട് ഇതുപോലെ നല്ല മനസ്സുള്ള ആളുകൾ. എന്തായാലും ഹീറോയും ജോനും പറയും, നിങ്ങളുടെ കൂടെ ഞങ്ങളും അന്വേഷിക്കാനായിട്ട് വരാം. പോലീസുകാർ അതിന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ അവരെല്ലാവരും കൂടെ 2 മീറ്റർ ഇടവിട്ട് ആ മലഞ്ചെരുവിലേക്ക് തിരഞ്ഞിറങ്ങും. ഏതൻ എന്നെല്ലാവരും വിളിക്കുന്നുണ്ട്. എന്നാൽ എത്ര നടന്നിട്ടും അവനെക്കുറിച്ചൊരു തുമ്പ് പോലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത വൈകുന്നേരം 3 മണിയായി. ഹീറോ ഇപ്പോൾ റോയിയുടെ ഓഫീസിലേക്കാണ് ചെന്നിരിക്കുന്നത്. റോയ് പറയും, മകനുമായി സമ്പർക്കത്തിൽ വന്ന ആളുകളെല്ലാം ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പിലുള്ളവർ കുട്ടികളെ എല്ലാ സമയത്തും ശ്രദ്ധിച്ചിരുന്നു. അവർ പറഞ്ഞത് രാത്രി 1 മണി വരെ ഏതൻ ക്യാമ്പിലുണ്ടായിരുന്നു. രാവിലെയാണ് അവൻ മിസ്സായിട്ടുള്ളത്. പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടാണ്. അത്ര സുഖകരമല്ലാത്ത ചോദ്യങ്ങളായിരിക്കും. എന്തായാലും നിങ്ങൾ അതിന് ഉത്തരം തന്നേ പറ്റൂ. ഹീറോ അതിന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ പോലീസുകാരൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. ലിബിയ, സൗദി, ഇറാഖ് ഇവിടേക്കൊക്കെ എന്തിനായിരുന്നു നിങ്ങൾ യാത്ര ചെയ്തിരുന്നത്? ഞാനൊരു ഓയിൽ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന രാജ്യത്തേക്കെല്ലാം എനിക്ക് പോകേണ്ടതുണ്ട്. റോയ് പറയും, നിങ്ങളെ ഫോണിലെ കോൺടാക്റ്റ് ഒന്ന് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഹീറോ അതിന് സമ്മതിക്കില്ല. എൻ്റെ ഫോണിൽ കമ്പനിയുടെ പല വിവരങ്ങളും ഉള്ളതാണ്, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറയും. എന്നാൽ അവർ ഞങ്ങൾക്ക് കോൺടാക്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞ് ഹീറോയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങും. നിങ്ങൾ ഭാര്യയും മകനുമായിട്ട് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, മകനെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് ക്രിസ്മസിന് ഒരു വീഡിയോ കോൾ ചെയ്തപ്പോഴാണ്. പിന്നെ ഭാര്യയായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവൾ പുതിയൊരു വിവാഹം കഴിച്ചു, അതിലും എനിക്കൊരു പ്രശ്നമില്ല. റോയ് ചോദിക്കും, 2 വർഷം മുന്നേ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മകന് സുഖമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചിരുന്നു. അതെ, ആ സമയത്ത്
സമയത്ത് ഞാൻ ലീവ് എടുത്ത് നാട്ടിൽ വന്ന് അവരുടെ കൂടെ നോർത്ത് അമേരിക്ക മൊത്തം ചുറ്റി കണ്ടിരുന്നു. നിങ്ങൾക്കിപ്പോൾ പുതിയ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതെ, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എനിക്കൊരു കാമുകയുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് ഹീറോ സ്വന്തം വീട്ടിലേക്ക്, ഭാര്യയും ഹീറോയും ആദ്യം താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് തന്നെ വന്ന് ഭാര്യ പറഞ്ഞിരുന്ന, മകൻ വരച്ചിരുന്ന ആ ചിത്രം എടുക്കും. അവിടെ തന്നെ പുതിയ ഭർത്താവും ഭാര്യയായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഹീറോ അതെടുത്ത് നോക്കുമ്പോൾ ഹീറോക്ക് അയാളായിരിക്കും സംശയം. അങ്ങനെ ഹീറോ തിരിച്ച് വാടക വീട്ടിൽ തന്നെ എത്തുമ്പോൾ അവിടെ പുതിയ ഭർത്താവായിരിക്കും, ഭാര്യയുടെ പുതിയ ഭർത്താവായിരിക്കും ഉണ്ടാവുക. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഹീറോ ചോദിക്കും, അവളെവിടെ, അവൾ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. പുതിയ ഭർത്താവ് പറയും, അയാളുടെ പേര് ഫ്രാങ്ക് എന്നാണ്. ഫ്രാങ്ക് പറയും, അവളെ വിളിച്ചാൽ കിട്ടില്ല, ഞാൻ അവളെ മയക്കിയിരിക്കുകയാണ്. എനിക്ക് ഉറക്കല്ലായിരുന്നപ്പോൾ ഡോക്ടർ എനിക്കൊരു മരുന്ന് എഴുതി തന്നിരുന്നു, അത് ഞാനിപ്പോൾ അവൾക്ക് കൊടുത്തു, അവളിപ്പോൾ ഉറങ്ങാണ്. ഇതെപ്പോഴും ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. ഈ ഒരു സാഹചര്യത്തിൽ അവൾക്ക് സമാധാനമായിട്ട് കുറച്ചെങ്കിലും ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ. ജോനിന്റെ പുതിയ ഭർത്താവായ ഫ്രാങ്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. കൺസ്ട്രക്ഷൻ പരിപാടിയാണ്. 20-ാം വയസ്സിൽ തുടങ്ങിയതായിരുന്നു, ഇപ്പോൾ വലിയൊരു സംരംഭമായിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ നോക്കാനായിട്ട് അവൻ അവിടെ ഇല്ലെങ്കിലും മാസാമാസം അക്കൗണ്ടിലേക്ക് കാശ് വന്ന് കയറിക്കോളും. ഹീറോ അവനോട് എന്ത് സംസാരിക്കുമ്പോഴും അവൻ ഏതിനെ പറ്റിയൊന്നും സംസാരിക്കുന്നില്ല. അവൻ എപ്പോഴും ജോനിനെ കുറിച്ചും അവരുണ്ടാക്കാൻ പോകുന്ന പുതിയ വീടിനെ കുറിച്ചും ആയിരിക്കും പറയുന്നത്. അപ്പോൾ തന്നെ ഹീറോയെ കൂട്ടിയിട്ട് പുതിയ വീടിന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കും. നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെയല്ല, ഞങ്ങൾ വളരെ ഭംഗിയുള്ള സ്ഥലത്താണ് വീട് വെക്കുന്നത്. ഇവിടെ തൊട്ടു മുന്നിൽ തന്നെ വലിയൊരു നദിയാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞങ്ങൾ വീടുണ്ടാക്കുന്നത്. ദേ ഈ റൂം എനിക്കും ജോനും വേണ്ടിയുള്ളതാണ്. ദേ ഇവിടെയാണ് ഞങ്ങൾ കിച്ചൺ വെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു റൂം എന്തെങ്കിലും ഗെയിമിംഗ് റൂം ആക്കാനാണ് വിചാരിക്കുന്നത്. ഹീറോ ചോദിക്കും, നീ എന്താ പൊട്ടം കളിക്കാണോ? ഇതിലേതെൻ്റെ മുറി എവിടെ? അവനെ ബേസ്മെൻറ്റിൽ കിടത്താനാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഫ്രാങ്ക്, സോറി, അവൻ എൻ്റെ കൂടെ മകനാണ്. ഹീറോ പറയും, അത് വേണ്ട, അവൻ എൻ്റെ മകൻ തന്നെ ആയാൽ മതിയെന്ന് പറഞ്ഞ് ഒരൊറ്റ അടി അവനെ താഴെയിടും. അപ്പം തന്നെ ഫോൺ എടുത്ത് റോയിയെ കോൾ ചെയ്യും. പോലീസുകാരൻ റോയിയെ കോൾ ചെയ്ത് പറയും, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം, എൻ്റെ ഭാര്യയുടെ പുതിയ ഹസ്ബൻഡിന് ഈ കേസുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അങ്ങനെ പോലീസുകാർ പെട്ടെന്ന് തന്നെ സ്പോട്ടിലെത്തി അവർ ഹീറോയെ അറസ്റ്റ് ചെയ്യും. ഇതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ, ഹീറോ അവരുടെ വീട്ടിൽ കയറിയിട്ട് ഇമാതിരി ഓരോ പണികൾ ഉണ്ടാക്കി വെച്ചാൽ പോലീസുകാർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോരാത്തതിന് പോലീസുകാർക്ക് ആ ഫ്രാങ്കിനെ കുറച്ച് കാലമായിട്ടുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയെ ആയിരിക്കും അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സ്റ്റേഷനിലെത്തിയിട്ട് ഹീറോയുടെ കയ്യിൽ നിന്ന് ഫോണ്, പേഴ്സ്, കീ അതെല്ലാം അവർ വാങ്ങി വെക്കും. കൂടെ തന്നെ ഫ്രാങ്കിൻ്റെ ഫോണും ഹീറോയുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അതും ഹീറോ ആ കവറിൽ തന്നെ വെച്ചെടുക്കും. ആ പോലീസുകാരൻ സ്വന്തം വീട് പോലെ തന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ളൊരു മുറി ഹീറോക്കായിട്ട് തുറന്നു കൊടുക്കും. അതും ഒരു ചെറിയ ജയിൽ തന്നെയാണ്. അതിനകത്ത് കയറിയിട്ട് ഹീറോയെ പൂട്ടിയിടും. കുറച്ച് കഴിയുമ്പോഴേക്ക് പോലീസുകാരൻ റോയി അവിടെ എത്തും. അയാൾ പറയും, നിങ്ങളെക്കുറിച്ച് എനിക്ക് കുറച്ച് മതിപ്പുണ്ടായിരുന്നു, നിങ്ങളായിട്ട് തന്നെ അതില്ലാതാക്കി തന്ന്. ഹീറോ പറയും, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ മകൻ കാണാതായതിൻ്റെ പിറ്റേന്ന് തന്നെ അവൻ പുതിയ വീടുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് എന്നോട് സംസാരിച്ചിരുന്നത്. മാത്രമല്ല ആ വീട്ടിൽ എൻ്റെ മകനായിട്ട് റൂമില്ല. അതും പോരാത്തതിന് ജോൻ അവൻ ഉറക്ക ഗുളിക കൊടുത്ത് ഉറക്കി കിടത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്നല്ല എനിക്ക് അവനെയാണ് സംശയം. എല്ലാ പോലീസുകാരും പറയുന്ന പോലെ തന്നെ റോയി അന്നേരം പറയും, ഈ കേസ് അന്വേഷിക്കുന്നത് ഞങ്ങൾ പോലീസുകാർക്കറിയാം, അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. ഓക്കെ, നിന്റെ സാഹചര്യം ഇപ്പോൾ വളരെ മോശമായിട്ടിരിക്കുകയാണ്, നീ റെസ്റ്റ് എടുക്ക്. അങ്ങനെ അന്നത്തെ ദിവസം കഴിയും. പിറ്റേന്ന് റോയ് ഹീറോയോട് പറഞ്ഞു കൊടുക്കും, ഫ്രാങ്കിന് വാരിയലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെ നിനക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. അതിന് ഹീറോ, അവൻ കേസ് കൊടുത്തില്ലെങ്കിൽ തന്നെ അത് തന്നെ ഒരു വിചിത്രമായിട്ട് തോന്നുന്നില്ലേ? റോയ് പറയും, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പിന്നെ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ മാസം ജോൺ പ്രഗ്നൻ്റ് ആയിരുന്നു. എന്നാൽ ആ ഗർഭം അലസിപ്പോയി. അതിൻ്റെ പേരിൽ ഫ്രാങ്കും ജോണും അനുഭവിച്ച മനപ്രയാസം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിഞ്ഞ ആളാണ് ഞാൻ. അതിൻ്റെ ഇടയിലെല്ലാം കടന്ന് കുറച്ച് സമാധാനത്തിന് വേണ്ടിയാണ് അവരേതന്നെ ക്യാമ്പിലേക്ക് അയച്ചത്. എന്നാൽ അത് ഇത്രക്കും വലിയ പ്രശ്നമാവുമെന്ന് അവരാരും വിചാരിച്ചില്ല. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഫ്രാങ്ക് ഒരു കുറ്റക്കാരനല്ല. ഹീറോ ഇതെല്ലാം കേട്ട് തിരിച്ച് സ്വന്തം വീട്ടിലേക്കായിരിക്കും വരുന്നത്. വാടക വീട്ടിലേക്കല്ല, സ്വന്തം വീട്ടിലേക്കായിരിക്കും വരുന്നത്. വാരിയലൊടിഞ്ഞ് ഫ്രാങ്ക് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ജോനും അതേ വീട്ടിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. ഹീറോ അവളുടെ അടുത്ത് ചെന്ന് അവളെ തട്ടി വിളിക്കും. നിന്റെ ഗർഭം അലസിപ്പോയതിൽ എനിക്ക് വിഷമമുണ്ട്, ഇതാരാ നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ റോയി ആണെന്ന് പറയും. അയാൾക്ക് ഇത് പറയാനുള്ള അവകാശമല്ല, പിന്നെ എന്തുകൊണ്ടാണ് അയാൾ നിങ്ങളോട് ഇത് പറഞ്ഞത്? ശരിയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, പക്ഷേ പുതിയൊരു കുഞ്ഞുണ്ടാവുന്നതിൽ ഏതൻ തീരെ താല്പര്യമില്ലായിരുന്നു. എൻ്റെ സന്തോഷങ്ങൾ അവൻ്റെ സങ്കടങ്ങളാവുന്ന കാണാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്തത്. ഹീറോ പറയും, നിനക്കവൻ ഉറക്കഗുളിക തന്നിരുന്നു, സാധാരണയായിട്ട് നീ അത് കഴിക്കാറില്ല. ജോൺ പറയും, ഞാൻ വിചാരിച്ചു നിങ്ങൾ എൻ്റെ ഭർത്താവിനെ അടിച്ചിട്ടതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കാനായിട്ട് വന്നാണെന്ന്. നിങ്ങൾക്ക് ഇതാണോ പറയാനുള്ളത്? ഹീറോ പറയും, അവൻ എൻ്റെ മകനെ കാണാതായ അതേ ദിവസം തന്നെയാണ് പുതിയ വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് എന്നോട് സംസാരിച്ചത്. അതിനിപ്പോൾ എന്താ, ഞങ്ങളുടെ വീടിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഞാനും ഫ്രാങ്കും മകനും എപ്പോഴും വീടിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഫ്രാങ്ക് എപ്പോഴും അവനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ അവനെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, ഏതിനെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. അതിനെങ്ങനെയാ, നിങ്ങൾക്ക് വിളിക്കാൻ സമയമില്ല. അവൻ്റെ 7ാമത്തെ ബർത്ത്ഡേക്ക് നിങ്ങളൊരു സമ്മാനം അയച്ചു, എന്നാൽ അവന് നിങ്ങളെ കാണാൻ പോലും പറ്റിയില്ല.
ആദ്യം നീ അവൻ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്ക്, എന്നിട്ട് ചിന്തിച്ചാൽ മതി ഫ്രാങ്ക് അവൻ എങ്ങനെയാണെന്ന്. ഭാര്യ പറയുന്നതിലും ശരിയുണ്ട്. ഇതുവരെ ഹീറോക്ക് മകനെ കാണാനായിട്ട് നല്ലപോലെ ഒരു സമയം മാറ്റി വെക്കാനായിട്ട് പറ്റിയിട്ടില്ല. വർഷങ്ങൾക്കിടയിൽ കുറച്ച് സമയം തന്നെ കാണാൻ വരുന്ന ഒരാൾ, അത്രമാത്രമാണ് ഏദന് ഹീറോ. എന്നാലും ഏദന് ഹീറോയെ തന്നെയാണ് ഇഷ്ടം. അച്ഛനല്ലേ, അച്ഛനോട് ഏതൊരു കുഞ്ഞിനും ഇഷ്ടം ഉണ്ടാവില്ലേ? ഹീറോ വിചാരിച്ചിരുന്നത് ഫ്രാങ്ക് അവൻ്റെ രണ്ടാം അച്ഛനായതുകൊണ്ട് തന്നെ അവനെ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്നായിരുന്നു. എന്നാൽ ജോൺ പറയുന്നത് ഫ്രാങ്കിന് അവനെ ഇഷ്ടമായിരുന്നു എന്നാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ പോലീസുകാരൻ റോയ് ഹീറോയുടെ വീടിന് മുന്നിൽ വന്നിട്ട് സംസാരിക്കാതെ ഫോൺ എടുത്ത് തരാനായിട്ട് ഒരു പേജിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഹീറോ അതുപോലെ തന്നെ ഫോൺ എടുത്ത് കൈ കൊടുക്കും. പോലീസുകാരൻ ആ ഫോൺ ഓവനിൽ വെച്ച് അടച്ചിട്ട് ഹീറോയോട് സംസാരിക്കും. നമ്മുടെ ആൾ ചോദിക്കും, എൻ്റെ ഫോൺ ചോർത്തുന്നുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ? ഇന്നലെ 2 മണിക്ക് എനിക്ക് ഗ്ലാസ്കോയിൽ നിന്നും ഒരു കോൾ വന്നിരുന്നു. ഈ കേസ് നിങ്ങൾ അന്വേഷിക്കരുതെന്നും പറഞ്ഞ് അയാൾ അലറി. എന്നാൽ ഞാൻ കാര്യമാക്കില്ല, കോൾ കട്ട് ചെയ്തു. പിന്നെ 2:17 ആയപ്പോൾ ലണ്ടനിൽ നിന്നും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചു. നിങ്ങൾ ഈ കേസ് അന്വേഷിക്കരുത്, ഞങ്ങൾ ഇവിടെ നിന്ന് അന്വേഷിച്ചോളാന്ന് പറഞ്ഞു. കൂടാതെ എൻ്റെ കൂടെയുള്ള പോലീസുകാരെ എല്ലാം അയാൾ പിരിച്ചുവിട്ടു. എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ, നിനക്ക് നീ മാത്രമാണുള്ളത്. ഹീറോക്ക് ഇതെല്ലാം കേട്ട് പേടിയാവും. അന്ന് രാത്രിയാണെങ്കിൽ ഹീറോക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫ്രാങ്കിൻ്റെ ഫോണായിരിക്കും എടുക്കുന്നത്. ഹീറോയെ പോലീസ് അറസ്റ്റ് ചെയ്ത് തിരിച്ചു വിടുന്ന സമയത്ത് അറിയാതെ അവർ ഫ്രാങ്കിൻ്റെ ഫോണും ഹീറോയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടിരുന്നു. ഫ്രാങ്ക് ഫോൺ ഓപ്പൺ ചെയ്യുന്നത് നോക്കിയിട്ട് അവൻ്റെ ലോക്ക് മനസ്സിലാക്കി ഹീറോ ഫോൺ തുറക്കുകയും ചെയ്യും. എന്നിട്ട് കാമുകിയെ കോൾ ചെയ്യുമ്പോൾ അവൾ പറയും, നിങ്ങൾ അവിടെ എന്താണ്ടാക്കി വെച്ചിരിക്കുന്നത്? കുറേ പോലീസുകാർ വന്ന് ഓഫീസാകെ തല കീഴ മറിച്ചു. അവരെല്ലാ ഫയലും എടുത്തുകൊണ്ടുപോയി. കൂടെ തന്നെ ഇറാഖിലെ ഫയലും അവരുടെ കയ്യിലാണുള്ളത്. അത് കേൾക്കുന്ന ഹീറോക്കും ചെറുതായിട്ട് പേടിയാവും. എന്തോ ഒരു പരിപാടി അവർ ചെയ്യുന്നുണ്ട്. കാമുകി പറയും, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ, ഒരിക്കലും ഇനി ഈ ഫോണിലേക്ക് കോൾ ചെയ്യരുത്. അങ്ങനെ കോൾ കട്ട് ചെയ്യും. ഹീറോക്കിന് വേറെ ആരോടും സംസാരിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഫ്രാങ്കിൻ്റെ ഫോണിലെ ഗ്യാലറി എടുത്ത് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് നോക്കാനായിട്ട് പരതും. ഫ്രാങ്ക് ആണെങ്കിൽ അവരുടെ എല്ലാ മൂവ്മെൻറ്റ്സും വ്ളോഗ് പോലെ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ വീടുണ്ടാക്കാൻ പോകുന്ന സ്ഥലത്തിനെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ നോക്കുമ്പോൾ ഏദൻ്റെ ബർത്ത്ഡേ ആണത്. ഹീറോ കൊടുത്ത പെട്ടിയായിരിക്കും ഫ്രാങ്ക് അവൻ ആദ്യം തന്നെ പൊട്ടിക്കാനായിട്ട് കൊടുക്കുന്നത്. അതിലൊരു ഡ്രോൺ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രാങ്ക് പറയുന്നുണ്ട്, അച്ഛൻ അയച്ച ഗിഫ്റ്റ് ഇഷ്ടമായോ ഏതോ കുട്ടാ, നമുക്ക് ഈ പിറന്നാൾ അടിച്ചു പൊളിക്കണം. ഇതെല്ലാം കാണുമ്പോൾ ഹീറോക്ക് മനസ്സിലാകും ഫ്രാങ്കിന് മകനോട് നല്ല ഇഷ്ടമാണുള്ളത്. അങ്ങനെ അടുത്ത വീഡിയോ എടുത്തു നോക്കും. അതായിരിക്കും ഫ്രാങ്കിൻ്റെ ഫോണിലെ അവസാനത്തെ വീഡിയോ, ഏദൻ്റെയും അവസാനത്തെ വീഡിയോ. അവരവനെ ആസ്ട്രോണമി ക്യാമ്പിലേക്ക് പറഞ്ഞ് അയക്കുന്ന വീഡിയോ ആണത്. അതിൽ തന്നെ ഭാര്യ കരയുന്നുണ്ട്. കൂടെ തന്നെ വീഡിയോ കാണുന്ന ഹീറോക്കും വിഷമാവും. അന്ന് രാത്രി ഹീറോക്ക് ഊണുമറക്കോ ഒന്നുമില്ല. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. കമ്പ്യൂട്ടറിലേക്കിട്ട് എല്ലാ വീഡിയോസും പരതി നോക്കും. അപ്പോഴാണ് കാണുക അവർ 2 സ്ഥലങ്ങളിൽ വെച്ച് 2 സമയങ്ങളിലെടുത്ത വീഡിയോയിൽ ഒരു കറുത്ത ജീപ്പ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ നമ്പറും അതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഹീറോ അപ്പം തന്നെ ഭാര്യയെ കോൾ ചെയ്യും. എന്നാൽ അവൾ ചോദിക്കുക, നിനക്ക് എങ്ങനെ ഫ്രാങ്കിൻ്റെ ഫോൺ കിട്ടി? അത് പോലീസുകാർ തന്നത് മാറിപ്പോയതാണ്. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്, ഏതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ഭാര്യയും മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കും. ഹീറോ അപ്പം തന്നെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലും. 2 വീഡിയോയിലും കോമൺ ആയി വരുന്ന ആ ജീപ്പ് കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ പറയും, അത് ഏതെങ്കിലും കുഞ്ഞിൻ്റെ രക്ഷിതാവിൻ്റെ വണ്ടിയാണെങ്കിലോ? ആണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരൊരു കപ്പ് ചായയും കുറച്ച് സഹതാപവും തരും. നമുക്കത് വാങ്ങി തിരിച്ചു പോരാ. ഇനി അല്ലെങ്കിൽ അവൾക്കും വേറെയൊന്നും പറയാനില്ല. ഇപ്പം ആകെ കൂടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരൊറ്റ തെളിവ് മാത്രമാണ്. ജോൺ അപ്പം തന്നെ ടെക്കിയായ അനിയനെ വിളിച്ചിട്ട് ഈ ജീപ്പ് ഉപയോഗിച്ചിരിക്കുന്ന ആളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് തരാനായിട്ട് പറയും. അവൻ അപ്പം തന്നെ ആ ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ഹീറോ വേറെ ഒന്നും നോക്കില്ല, ആ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് വണ്ടിയുടെ അടുത്തേക്ക് ഇറങ്ങും. എന്നാൽ ജോൺ പറയും, നിങ്ങൾ ഉച്ചയായിട്ടും വന്നില്ലെങ്കിൽ ഞാൻ പോലീസുകാരെ വിളിക്കും. എന്നാൽ റോയിയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഹീറോ വണ്ടിയിൽ യാത്ര തിരിക്കും. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ വീണ്ടും പ്രകൃതിയാൽ സമ്പന്നമായ ജർമ്മനിയുടെ ഏതോ ഓരങ്ങളിലൂടെ ഹീറോ യാത്ര ചെയ്യും. കുറേ ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് ആ സ്ഥലത്തെത്തുക. അവിടെയാണെങ്കിൽ ഒരൊറ്റ വീട് മാത്രമാണുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗോഡൗണും ഇരിക്കുന്നുണ്ട്. എന്നാൽ നേരെ തന്നെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹീറോ ആ വീടിനെയും പാസ് ചെയ്തിട്ട് കുറച്ച് അകലെ വണ്ടി വെച്ച് അവിടെയുള്ള പറമ്പിലൂടെ വീടിൻ്റെ തൊട്ട് പിന്നിലേക്ക് നടക്കും. ഒരു അരുവിയെല്ലാം ചാടിക്കടന്ന് ആ വീടിൻ്റെ ചുമരിനോട് പറ്റി പിടിച്ച് നിൽക്കും. ആദ്യം കാണുന്ന ജനലിൽ കൂടെ എന്തെങ്കിലും കാണുന്നുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് നോക്കുമ്പോൾ അവിടെയൊന്നുമില്ല. താഴ്ന്ന അടുത്ത ജനലിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിൽ കൂടെ നോക്കുമ്പോഴും അവിടെയും ആരെയും കാണുന്നില്ല. എന്നാൽ അവിടെയുള്ള വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. അകത്തേക്ക് കയറി നോക്കുമ്പോൾ അവിടെ വേറെ ആരെയും കാണുന്നില്ല. ആരുമില്ല ആ വീട്ടിൽ. എന്നാലും ഒരു കമ്പി കയ്യിൽ പിടിച്ച് ഓരോരോ റൂമുകളിലേക്ക് കയറി ചെല്ലും. എന്നാലും അവിടെ ഇവിടെ ആരുമില്ല. എല്ലാം അലങ്കോലമായിട്ട് ചിക്കി പറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ ജീപ്പ് വരുന്ന ശബ്ദം കേൾക്കുക. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഗാരേജിനടുത്തേക്കാണ് ആ ജീപ്പ് പോയിട്ടുള്ളത്. ഹീറോ താഴ്ന്നു നിന്ന് തത്തി 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 നടന്ന് 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 ആ ഗാരേജിന് തൊട്ടു പിന്നിൽ വന്ന് നിൽക്കും.
ഗാരേജിന് മുന്നിൽ ജീപ്പിൽ വന്നിറങ്ങിയ ആൾ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ എത്തും, നിങ്ങൾ പേടിക്കണ്ട, ആൾ എൻ്റെ കയ്യിലുണ്ട്. അതും പറഞ്ഞ അയാൾ ഗാരേജിനകത്തേക്ക് ചെല്ലുമ്പോൾ ഹീറോ കയ്യിൽ ആ കമ്പിയുമായിട്ട് ഗാരേജിനകത്ത് കയറി അയാളുടെ തലമണ്ടക്കിട്ട് ഒരൊറ്റ അടിയായിരിക്കും. ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ അവനെ ഒരു തൂണിൽ കെട്ടിവെച്ച് അവൻ്റെ ഫോട്ടോ എടുത്തിട്ട് ചോദിക്കും, എൻ്റെ മകനെവിടെ? അവൻ പറയും, ഏത് മകൻ? എനിക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് ആൾ മാറിയതാണ്. എൻ്റെ മകനെവിടെ? അവൻ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചേ. അവൻ വീണ്ടും പറയും, എനിക്കറിയില്ല, നിങ്ങൾക്ക് ആൾ മാറിപ്പോയി. ഹീറോ തൊട്ടടുത്തിന്ന് ഒരു മേട്ടി എടുത്ത് അവൻ്റെ കാലിന് തൊട്ടടുത്തായിട്ട് ഒരൊറ്റ അടിയായിരിക്കും. അപ്പോഴും അവൻ വിളിച്ചു പറയും, എനിക്കറിയില്ല, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാണ്, നിങ്ങളുടെ മകനെ എനിക്കറിയില്ല, നിങ്ങളെ എനിക്കറിയില്ല. എന്നാലും ഹീറോ വിട്ടുകൊടുക്കില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന ഫ്ലെയിം ത്രോവർ എടുത്ത് അത് കത്തിച്ച് അവൻ്റെ കാലിൽ വെച്ച് കൊടുക്കും. അന്നേരം അവൻ വിളിച്ചു പറയും, ഞാൻ പറയാം, എനിക്കറിയാം. മോന്തക്കിട്ടൊന്ന് കൊടുത്ത് എവിടെയാന്ന് ചോദിക്കുമ്പോൾ പറയും, ഡൺമോർ ലോഡ്ജ്, ഞാൻ അവിടേക്കാണ് അവരെത്തിക്കുക, അവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയില്ല. നിനക്കറിയാം, അവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത് നിനക്കറിയാം. അതിനവൻ പറയും, എനിക്കറിയില്ല, ഞാൻ സ്കൂളിൽ വെച്ചും പുറത്ത് വെച്ചും കുട്ടികളുടെ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കും. അവരിഷ്ടപ്പെട്ട കുട്ടിയെ എനിക്ക് കാണിച്ചു തരും. ഞാൻ ആ കുട്ടിയെ പിടിച്ച് അവരുടെ അടുത്തെത്തിക്കും. അവരാ കുഞ്ഞുങ്ങളെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, വേറെ ഒന്നും എനിക്കറിയില്ല. ഹീറോ വീണ്ടും അവൻ്റെ കാലിലേക്ക് ആ തീ വെച്ചു കൊടുക്കും. അപ്പോഴും അവൻ വിളിച്ചു പറയുന്നത്, ബാക്കിയൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഹീറോക്ക് ഉറപ്പായി അവന് വേറെ ഒന്നും അറിയില്ല. ഹീറോ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ നിന്ന് കരയും. എന്നാൽ ഇനി കാത്തു നിൽക്കാനായിട്ട് സമയമല്ല. അപ്പം തന്നെ വണ്ടിയുടെ അടുത്തേക്ക് ഓടും. മാപ്പിൽ ഡൺമോർ ലോഡ്ജ് നോക്കുമ്പോൾ ഇവിടെ നിന്നും കുറേ ദൂരം അങ്ങോട്ട് ചെല്ലാനായിട്ട്. എന്നാൽ തൊട്ടടുത്തുള്ള മല കയറി ചെല്ലുകയാണെങ്കിൽ അവിടേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഹീറോ അപ്പം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മലപ്പുറത്തേക്ക് ഓടി കയറും. എത്ര വേഗത്തിൽ എത്താൻ പറ്റുമോ അത്രയും വേഗത്തിൽ ഹീറോ പോകുന്നുണ്ട്. മകൻ അവിടെ നിന്നും പോയാൽ പിന്നെ എവിടേക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അതേ സമയത്താണ് ജോൺ ആ ജീപ്പുള്ളവൻ്റെ വീടിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തുന്നത്. അവൾ ഉച്ചയായപ്പോൾ പോലീസുകാരെ വിളിച്ചില്ല, മറിച്ച് അവൾ തന്നെ അങ്ങോട്ട് വരികയാണ് ചെയ്തത്. അവൾ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. പോലീസുകാരെ വിളിച്ച് വന്നാൽ കുറച്ചുകൂടെ ഉപകാരം ആവുകയായിരുന്നു. എന്തായാലും അവൾ ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ എന്തിനാണ് അവൾ എടുത്തത്? അവൾ ആ കറുത്ത ജീപ്പ് കാണുമ്പോൾ അതിനടുത്തേക്ക് വരും. ഗാരേജിനകത്ത് കയറുമ്പോഴാണ് ഒരുത്തൻ കാലും പൊള്ളി കിടക്കുന്നത് കാണുക. അത് കണ്ട് ടെൻഷനായിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ആ ജീപ്പ് തുറന്നു നോക്കുമ്പോഴാണ് അതിലൊരു പെൺകുട്ടി കിടക്കുന്നുണ്ട്. അവളപ്പം തന്നെ ആ കുഞ്ഞിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അതേ സമയത്ത് തന്നെയാണ് ഹീറോ ആ ഡൺമോർ ലോഡ്ജിൻ്റെ മുന്നിലെത്തുക. അവിടെ ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു നിന്ന് ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വണ്ടിയുടെ പിന്നിൽ ഒളിച്ചു നിൽക്കും. അത് തുറക്കാൻ നോക്കുമ്പോൾ തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ കാറ്റഴിച്ചു വിടും. പേടിച്ചോണ്ട് ആ ലോഡ്ജിനകത്തേക്ക് കയറുമ്പോൾ അവിടെയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. എന്നാൽ അവിടെയൊന്നും ആരെയും കാണാനും പറ്റുന്നില്ല. കിച്ചണിൽ കയറി നോക്കുമ്പോൾ അവിടെ കഴിക്കാനോ ഒന്നുമില്ല. പുറത്തേക്ക് ഇറങ്ങാൻ നേരത്താണ് ആരോ മേലെ കയറി പോകുന്നത് കാണുക. അവൻ്റെ പിന്നാലെ തന്നെ മേലെ കയറി ചെല്ലുമ്പോഴാണ് കാണുക അവിടെ ഒരു റൂമിൽ 3 പേര് നിൽക്കുന്നുണ്ട്. ഹീറോ പെട്ടെന്ന് തന്നെ അവിടെ ഒളിച്ചു നിൽക്കും. എന്നാൽ അവർ സംസാരിക്കുന്ന ഹീറോ കേൾക്കാൻ പറ്റുന്നുണ്ട്. അവനവിടെ 15 മിനിറ്റ് ലേറ്റാണ് ഇപ്പം തന്നെ. കൂടെയുള്ളവൻ പറയും, എന്നാൽ നമുക്ക് ഇവനെയായിട്ട് പോയാലോ? എന്നാൽ മറ്റവൻ സമ്മതിക്കുന്നില്ല. അവർക്ക് ആ പെൺകുട്ടിയെ വേണം. ആ പെൺകുട്ടി ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇവിടെ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് തന്നെ കുട്ടി എടുത്തോ എന്ന് പറഞ്ഞ് അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ അവർ താഴേക്ക് കൊണ്ടുപോകുന്ന കുട്ടി ഹീറോയുടെ മകനായിരിക്കും. ഏതനായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. എന്നാൽ ഹീറോയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഇടയിലേക്ക് കയറി ചെന്നാൽ അവർ കിറുക്കിനിട്ട് കുത്തും. എന്നാൽ കൺമുന്നിൽ കൂടെ സ്വന്തം മകനെ ആരോ കൊണ്ടുപോകുന്നത് കാണാൻ ഹീറോക്ക് പറ്റില്ല. ഹീറോ അവരുടെ കൂടെ തന്നെ പിന്നാലെ തന്നെ താഴേക്ക് ഇറങ്ങും. എന്നാൽ പുറത്തെത്തുന്ന അവർ സംസാരിക്കുന്ന ഹീറോക്ക് കേൾക്കാൻ പറ്റും, ഈ വണ്ടി പഞ്ചറായോ? ഇതിപ്പോൾ എന്താ ചെയ്യുക പണ്ടാരം? പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ നോക്ക്. ശരിയാക്കിയിട്ട് നീ വിളിച്ചാൽ മതി. അതുവരെ ഞങ്ങൾ മേലെ തന്നെ കൊച്ചിനെയായിട്ടുണ്ടാവും. അങ്ങനെ താടിക്കാരനും അയാളുടെ ഒരു അസിസ്റ്റൻറ്റും കൂടെ കൊച്ചിനെയായിട്ട് ഹീറോയുടെ മകനെയായിട്ട് മേലേക്ക് തന്നെ തിരിച്ചു പോകും. എന്നാൽ ഹീറോ അവരുടെ പിന്നാലെ മേലേക്ക് ചെല്ലുന്നില്ല. താഴെയുള്ളവൻ വണ്ടിയുടെ ടയർ മാറ്റുന്നത് വരെ അവിടെ കാത്തു നിൽക്കും. അവൻ പെട്ടെന്ന് തന്നെ ടയർ മാറ്റി കഴിഞ്ഞു. എന്നാൽ ഹീറോ ഒരു സിലിണ്ടറുമായിട്ട് അവൻ്റെ അടുത്തേക്ക് പുറത്തേക്ക് ഓടിപ്പോകുന്നത് കാണാം. പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ അവൻ്റെ ബോഡി ഒരു മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് കാണാം. മുറിയിലെത്തി അവൻ്റെ പോക്കറ്റിൽ നിന്ന് കാറിൻ്റെ കീ എടുക്കും. അപ്പം തന്നെ ഭാര്യയ്ക്ക് മെസ്സേജ് ചെയ്യും, ഏതനെ കിട്ടിയിട്ടുണ്ട്, പോലീസുകാരെയായിട്ട് പെട്ടെന്ന് തന്നെ ഡൺമോർ ലോഡ്ജിലേക്ക് വരണം. എന്നാൽ കാറ് നന്നാക്കാൻ പോയവനെ കാണാഞ്ഞിട്ട് താടിക്കാരൻ താഴെ വന്ന് കാറിന് ചുറ്റും നോക്കും. അവിടെ എവിടെയും കാണുന്നില്ല. മനസ്സിലായി അകത്താരോ കയറിയിട്ടുണ്ട്. ഒരു ഗണ്ണും പിടിച്ച് ലോഡ്ജ് മുഴുവൻ അവൻ്റെ പേരും വിളിച്ചു നടക്കും. എന്നാൽ ആരെയും കാണുന്നില്ല. അവനും ഹീറോയുടെ അടുത്ത് എത്തില്ല. എന്നാൽ ഹീറോ ഒരു കമ്പി എടുത്ത് വാതിലിന് തൊട്ട് സൈഡിലായിട്ട് കയറി നിൽക്കുന്നുണ്ട്. അവൻ അഥവാ കയറി വന്ന തലമണ്ടക്ക് ഒരൊറ്റ അടി അടിക്കാനായിട്ട്. എന്നാൽ റൂമിൽ ഏതൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻറ്റ് ഇവിടെ അടി കൊണ്ട് വീണ് കിടക്കുന്ന അസിസ്റ്റൻറ്റിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യും. എന്നാൽ ഫോൺ എടുക്കുന്ന ഹീറോ ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് എൻ്റെ മകനാണ്. ഞാൻ പോലീസുകാരെ വിളിച്ചിട്ടുണ്ട്. അവരിപ്പം തന്നെ ഇവിടെ എത്തും. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റിയത് അവനെ ഇവിടെ വെച്ചിട്ട് ഓടി രക്ഷപ്പെടുക. അല്ലെങ്കിൽ നിന്നെയും തിരഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരും. ഇത് കേൾക്കുന്ന അസിസ്റ്റൻ്റ് പേടിച്ച് നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറയും. എന്നാൽ താടിക്ക് പേടിയൊന്നുമില്ല. നമ്മൾ അവനെ തിരഞ്ഞിറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് അവൻ ഗണ്ണുമായിട്ട് ഇറങ്ങും.
അപ്പോഴേക്ക് നേരെ ഇരുട്ടിയിട്ടുണ്ടാവും. ഹീറോയുടെ ഭാര്യ ജോനും അതേ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടാകും. അവളിപ്പോൾ ആ മെസ്സേജ് കണ്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അവർ വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇവിടെ ഹീറോയെ തിരഞ്ഞിറങ്ങുന്ന താടി താഴേക്ക് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഹീറോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മേലേക്ക് കയറി ചെല്ലും. മകൻ്റെ റൂമിലേക്ക് കയറാനായിട്ട് ചെല്ലുമ്പോൾ അവിടെയാണെങ്കിൽ ആ അസിസ്റ്റന്റ് നിൽക്കുന്നുണ്ട്. അവൻ എങ്ങോട്ടും പോകുന്നില്ല. ആ പുല്ലനെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഹീറോ തൊട്ടടുത്ത് നിന്നൊരു കമ്പി എടുത്തിട്ട് താഴേക്ക് ഇട്ട് കൊടുക്കും. അത് കേൾക്കുമ്പോൾ അവൻ ആരാന്ന് ചോദിച്ച് റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ട് താഴേക്ക് നോക്കും. അതേ സമയത്താണ് ജോനും ആ ലോഡ്ജിലേക്ക് കയറി വരുന്നത്. അവളിതെന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നില്ല. ആ താടിക്കാരൻ്റെ കയ്യിൽ നിന്നൊരു ഷോട്ടും കൊണ്ട് മരിക്കാൻ നേരത്ത് മോനെ കാണാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. എന്തായാലും താടിക്കാരൻ അവിടെ എത്തുമ്പോൾ വാതിലിന് പിറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അപ്പം തന്നെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യും. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഹീറോ തോക്കിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ മകൻ്റെ റൂമിലേക്ക് ഓടി ചെല്ലും. അവനെ നോക്കുമ്പോൾ അവനൊന്നും പറ്റിയിട്ടില്ല, ഓക്കെയാണ്. അവനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഹീറോ അവനെ എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങും. ഇനി എന്ത് വന്നാലും ഒരൊറ്റ കൈ കൊണ്ട് അവന്മാരെ നേരിടാമെന്നാണ് ഹീറോ വിചാരിക്കുന്നത്. എന്നാൽ താടിക്കാരൻ ഷൂട്ട് ചെയ്ത ഭാഗത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ചെന്ന് നോക്കുമ്പോൾ ഷോട്ട് കൊണ്ടയാൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഏന്തി വലിഞ്ഞ് പോയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ തന്നെ ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അസിസ്റ്റൻ്റാണ് മരിച്ചു കിടക്കുന്നത്. സ്വന്തം ആളെയാണ് താടിക്കാരൻ വെടിവെച്ച് താഴെ ഇട്ടിരിക്കുന്നത്. അതേ സമയത്ത് മകനെയായിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ഹീറോയുടെ തൊട്ടു മുന്നിലേക്ക് ഭാര്യ ഓടി വരും. പെട്ടെന്ന് പേടിച്ചു പോവെങ്കിലും ഭാര്യയെന്ന് മനസ്സിലാകുമ്പോൾ അവളെയും കൂട്ടിയിട്ട് കാറിനടുത്തേക്ക് ഓടി ചെല്ലും. എന്നാൽ താടിക്കാരൻ ഇത് അറിയുന്നൊന്നുമില്ല. ഹീറോ രണ്ടുപേരെയും വണ്ടിയിൽ കയറ്റിയിട്ട് അസിസ്റ്റന്റിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത വണ്ടിയുടെ ചാവി എടുത്ത് കാർ ഓടിക്കും. ആ ലോഡ്ജാണെങ്കിൽ ഒരു വിജൃംഭിച്ച ലോഡ്ജാണ്. അതിനെ ചുറ്റി വളഞ്ഞ് വേണം പുറത്തേക്കുള്ള വഴിയിലേക്ക് എത്താനായിട്ട്. എന്നാൽ കാറ് പോകുന്ന ശബ്ദം കേൾക്കുന്ന താടിക്കാരൻ ഓടി വന്ന് ഷൂട്ട് ചെയ്യെങ്കിലും ഷോട്ട് കൊള്ളില്ല. ഹീറോ അപ്പോഴേക്ക് പുറത്തുള്ള വഴിയിലെത്തി. രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുമ്പോഴാണ് താടിക്കാരൻ പിന്നെയും പിന്നാലെ ടോർച്ച് അടിച്ചുകൊണ്ട് ഓടി വരുന്നത്. അവൻ വീണ്ടും ഷൂട്ട് ചെയ്യും. എന്നാൽ അതിലൊരു ഷോട്ട് ഹീറോയുടെ പുറത്ത് കൊള്ളും. ഷോട്ട് കൊണ്ടത് മുതൽ പിന്നെ ഹീറോക്ക് കൺട്രോൾ കിട്ടില്ല. തലചുറ്റലും തലമിന്നലുമായിട്ട് ഹീറോക്ക് കാർ ഓടിക്കാനേ പറ്റുന്നില്ല. എന്നാലും വേഗതയിലാണ് താഴേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. താടിക്കാരൻ പിന്നാലെ വരുന്നുണ്ടോയെന്ന് നോക്കുമ്പോൾ അവനാണ് ഇപ്പോൾ വരുന്നില്ല. ഓടി ഓടി മതിയായെന്നാണ് തോന്നുന്നത്. എന്തായാലും ഹീറോക്ക് കൺട്രോൾ കിട്ടാതെ കാറ് മലഞ്ചെരുവിലേക്ക് ഇറങ്ങും. എന്നാൽ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെ തന്നെ നിന്ന് കിട്ടും. പക്ഷേ ഹീറോക്ക് ബോധമല്ല, മരിച്ചെന്നാണ് തോന്നുന്നത്. അതേ സമയത്ത് തന്നെയാണ് പിന്നാലെ താടിക്കാരൻ ടോർച്ചുമായിട്ട് ഓടി വരുന്നത്. മരിക്കാൻ നിന്ന് കൊടുക്കുന്നതിലും ഭേദം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതല്ലെന്ന് വിചാരിച്ച് ജോൺ മോനെയായി. ജോൺ മോനായിക്ക് ജോൺ ഹോനായിയോട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്തിനാ ഇപ്പൊ പറഞ്ഞത് എനിക്കും അറിയില്ല. ഇപ്പൊ അതല്ലല്ലോ വിഷയം. ജോൺ മോനെയായിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങി ഓടാൻ ശ്രമിക്കും. എന്നാൽ അവനെയായിട്ട് അവൾക്ക് ഓടാൻ പറ്റുന്നില്ല. ഒരു മരത്തിന് പിന്നിൽ അവൾ ഒളിച്ചു നിൽക്കും. ആ താടിക്കാരൻ ടോർച്ചുമായിട്ട് അവളുടെ തൊട്ടു മുന്നിലെത്തും. അപ്പോഴാണ് മനസ്സിലാവുക അത് താടിക്കാരനല്ല, ഇൻസ്പെക്ടർ റോയി ആണ്. ഇനി പേടിക്കേണ്ട ആവശ്യമല്ല, സേഫാണ്. പക്ഷേ ഹീറോ കാറിൽ നിന്ന് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ജീവൻ ഉണ്ടോയെന്ന് തന്നെ ഇപ്പോൾ സംശയമാണ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത, ഹീറോ മരിച്ചിട്ടില്ല. ഹീറോ ഭംഗിയുള്ളൊരു താഴ്വാരത്ത് നിന്ന് മകന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്ന ഡ്രോൺ അതെങ്ങനെയാണ് ഓടിക്കാന്ന് അവന് കാണിച്ചു കൊടുക്കാവും. കൂടെ തന്നെ ജോൺ നിൽക്കുന്നുണ്ട്. ഹീറോ കുറച്ച് തവണ എങ്ങനെയാണ് പറത്തിക്കാന്ന് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവൻ അടിപൊളിയായിട്ട് പറത്തിക്കാൻ തുടങ്ങും. അവന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ ഡ്രോൺ ഓടിക്കാനായിട്ട് പഠിക്കും. ഹീറോ പറയും, നീ വലുതാകുമ്പോൾ ഞാൻ നിന്നെ ഒരു പൈലറ്റ് ആകും. അപ്പോഴാണ് ദൂരെ നിന്ന് മിസ്റ്റർ മുറായ് എന്നൊരു വിളി കേൾക്കുന്നത്. ഹീറോയുടെ പേരാണ് മുറായ്. ഹീറോയെ വിളിച്ചിരിക്കുന്നത് റോയ്. ഹീറോക്ക് അങ്ങനെ പോകാനുള്ള സമയമായി. മകനോട് ഞാൻ പോയിട്ട് വരാമെന്ന് പറയും. അന്നേരം അവൻ ചോദിക്കും, എപ്പോൾ വരും? ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഹീറോ വിഷമത്തോടെ തിരിച്ചു നടക്കും. എന്നാലും മകൻ ഡ്രോൺ പറത്തുന്നത് കാണുമ്പോൾ ഹീറോക്ക് ചെറുതായിട്ടൊരു സന്തോഷം ആവുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൻ റോയുടെ കാറിൽ കയറിയിട്ട് ഹീറോ യാത്രയാവും. റോയ് പറയും, ഇതിന് പിന്നിലുള്ളവരെയെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും വലിയൊരു ലിസ്റ്റ് തന്നെ ഇതിന് വേണ്ടി വരും. പക്ഷെ നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ സേഫ് ആയിരിക്കും. സേഫ് ആയിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഹീറോ വിൻഡോയിലേക്ക് തല ചായ്ക്കും. അപ്പോഴുണ്ടാകും മകൻ പറത്തുന്ന ഡ്രോൺ ഹീറോയുടെ കൂടെ തന്നെ വരുന്നു. എന്ത് ചെയ്യാനാ, ഇനി അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ, ജോലി ചെയ്യാനായിട്ട് വിദേശത്തേക്ക് പോകണ്ടേ. അങ്ങനെ ആ ഭംഗിയുള്ള ജർമ്മൻ പാതയിലൂടെ കാറിൽ പോകുന്ന ഹീറോയെ കാണിച്ചുകൊണ്ട് മൈ സൺ എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഒരു നോർമൽ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിരുന്നെങ്കിലും പലർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ലൊക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കാസ്റ്റ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ വേദന നമ്മൾ തൊട്ടറിഞ്ഞത് കൊണ്ടായിരിക്കാം. അവർക്ക് മക്കളെ കാണാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അവരുടെ ജീവിത സാഹചര്യം അവരങ്ങനെ എത്തിക്കുന്നതാണ്. പക്ഷെ അവർക്ക് കുട്ടികളോട് എത്രയോ ഇഷ്ടമുണ്ട്. പക്ഷെ അവരെ കാണാൻ പറ്റാത്ത വിഷമത്തിലായിരിക്കും പല ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരും അതിൻ്റെ കാരണം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.